സത്യം പറഞ്ഞിരിക്കാൻ ഒരു മരത്തണല് കിട്ടിയാൽ മതി. ശരിയാണ്. അല്ല ഓമന വന്നില്ലേ? അയ്യോ, ഓമനയുടെ കെട്ടിയോ പണിക്ക് പോയെന്നേ. ഓമനയുടെ കെട്ടിയോ പണിക്ക് പോയെങ്കിൽ ഓമന എന്തിനാ വരാതിരിക്കുന്നേ? അതല്ല ചേച്ചി, ഓമന തൊഴിലുറപ്പിലിടുന്ന ഫുൾ കൈ ഷർട്ട് ഉണ്ടല്ലോ, അതിനുള്ള ഭർത്താവ് ജോലിക്ക് പോയത്. ഫുൾ കൈ ഷർട്ട് ഇട്ടില്ലെങ്കിലേ അവളുടെ കയ്യിൽ ചൊറിയണം കടിക്കും. ഇത് 1-2 തവണയല്ല, 4-5 ദിവസമായി അവള് വരാതിരിക്കുന്നത്. ഇത് ഞാൻ പഞ്ചായത്ത് കംപ്ലൈന്റ് ചെയ്തു. എല്ലാരും ഒന്നിങ്ങ് വന്നേ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാരും നമ്മുടെ സുധാകരന്റെ റേഷൻ കടയിലെത്തണം. സുധാകരൻ ഉണക്കിട്ട് കൊടുക്കുന്നുണ്ട്. സുധാകരൻ എന്ത് ഉണക്കിട്ട് കൊടുക്കുന്നുണ്ട്? ഉണക്കിട്ട് കൊടുക്കുന്നല്ല, സുധാകരൻ ഉണക്കിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ മണ്ടില്ലാത്തത് എങ്ങനെ ചോട് കളിച്ചെന്നെ മാനം കളയരുത്. രമണി ഒന്നോട് നിന്നേ. എവിടെ ചെന്നാലും അടുക്കള ചുറ്റിപ്പറ്റിയുള്ള നിപ്പുണ്ടല്ലോ, അത് ഇന്ന് അവസാനിപ്പിച്ചോണം. എന്താണെന്ന് അറിയാൻ പാടില്ല. ഏത് അടുക്കളയെ മീൻ ഉണ്ടാക്കണം മണം വന്നാലും ഒന്ന് അവിടെ പോയി നിൽക്കും. ചേച്ചി ചേച്ചി തൊഴിലുറപ്പിന്റെ ആൾക്കാരാണ്. പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞായിരുന്നു വരുന്നത്. കാണാൻ കാണാം, അവിടെ പോയി വെട്ടിക്കാം. ശരി ചേച്ചി, കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? അതിനെന്താ? എന്നാ പിന്നെ കഞ്ഞിവെള്ളം ആയിക്കോട്ടെ. ഉണ്ടെങ്കിൽ 2 വച്ചും കൂടി ഇട്ടോ. എന്നാലേ ഇച്ചിരി അച്ചാറും കൂടി കലക്കി എടുത്തേക്ക്. അല്ല, ഇത് തിന്നാനുള്ള കാര്യത്തിലേക്കാണോ? എന്താണ് എല്ലാം കൂടി തൊഴിലുറപ്പിന്റെ മാനങ്ങളെ. ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുത്താൽ മതി. എന്നാൽ ടാങ്ക് കലക്കിക്കൊണ്ട്. അയ്യോ, ടാങ്കിലൊന്നും വേണ്ട, ചെറിയ പാത്രത്തിൽ. ഇത് പുതിയതാണ്. എന്ത് ഈ കമ്മല്? ഇത് പുതിയതാ. പുതിയ കമ്മല്. അയ്യോ, ഇത് എത്ര പവനാ? ഇത് 2 പവനാ. അതിന്റെ ഡിസൈൻ നോക്കിയത് ഇതുവരെ ഒന്ന് കാണാൻ നിങ്ങൾ എന്താണ് കാട്ടുന്നത്? പണിയെടുക്കാൻ പറ പിള്ളേരോട്. വെള്ളം. ചേച്ചി കൈക്കോട്ടുണ്ടോ? കൈക്കോട്ട് ഉണ്ട്, ഞാൻ തരാം. എന്നാ പിന്നെ ഒരു പിക്കാസ് കൂടി. ചേച്ചി, ആ അരിവാളും കൂടി എടുത്തോ. ഉണ്ടെങ്കിൽ ഒരു കൊട്ടെ. അല്ല, നിങ്ങൾ പിന്നെ എന്ത് കാണാനാണ് ഇങ്ങോട്ട് വന്നത്? ചേച്ചി ഇത്തവണത്തേക്ക് ക്ഷമിക്കണം. ഞാൻ കാര്യം ചോദിച്ചിട്ട് നിങ്ങളുടെ എന്തൊക്കെയാ ഉള്ളത്? ഉള്ളത് പൗഡർ, കണ്ണാടി, പൗഡർ, ചാന്ത്, പൊട്ട്, ചീപ്പ്. നിങ്ങൾ ഫാഷൻ പരേഡ് കാണിക്കാനാണോ കാർഡ് ഇട്ടിരിക്കാനാണോ വന്നേ? ഇങ്ങനെയാണ് കഥ പോണെന്നുണ്ടെങ്കിൽ നാളെ എല്ലാവരും തന്നെ പഞ്ചായത്തിൽ പോയിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കും. അയ്യോ ചേച്ചി, എന്റെ പണി കളയരുത്. അവര് ഞാൻ നോക്കിക്കോളാം. എന്തല്ല നോക്കിയിരിക്കുന്നത്, തുടങ്ങാം. പുതിയതാണോ? എന്ത് ഈ സാരി? നിങ്ങൾ എന്താ ചോദിക്കാത്തേന്ന് വിചാരിച്ചിട്ട് ഓടി പാടി ഏഡിയസിന്റെ പുതിയ സാരി. ഇത് ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാ. എത്ര രൂപയായി? 5000 രൂപയായി. കണ്ട ഒരു 10,000ന്റെ പകുതി. നിങ്ങളോടല്ലേ പറഞ്ഞത് കാർഡ് ഇട്ട് നിൽക്കണമെന്ന്? അയ്യോ ചേച്ചി, ഇത്തവണത്തേക്കും കൂടെ ഒന്ന് മാപ്പാക്കണം. ചെയ്യിക്കും. ചേച്ചി, നീ മേടിച്ചായിരുന്നോ? എന്ത് മീനാ? അയ്യോ ശരി ചേച്ചി, വലിയ മീനൊന്നും അല്ലേലും ഇപ്പൊ മേടിക്കണ്ട. വലിയ മീൻ ഫോർമാലിറ്റി. അതുണ്ട്. ചെറിയ മീന ചാളയല്ലയോ? എത്ര രൂപയ്ക്ക് മേടിച്ചു? 100 രൂപയ്ക്ക്. എത്ര കിലോ കിട്ടി? 1 കിലോ കിട്ടിയോ? വീട്ടിൽ 2 പേരേ ഉള്ളല്ലേ? ഞാൻ 2 മോളുണ്ട്. അയ്യോടാ, അപ്പൊ ഒരുപാട് മിച്ചം കാണുമായിരിക്കും. എന്നാ ഞാൻ ഉച്ചയ്ക്ക് വന്നേക്ക്, ഞങ്ങള് തിന്നോളാം. നാളെ ശരി അന്നെ വീട്ടിൽ പോയിട്ട് മീൻകറി ചോദിക്കാൻ. പൊരിച്ചതൊക്കെ ചോദിക്കാൻ. എന്നാ കൊണ്ട് മീൻ പൊരിച്ചോ? വാഴല വെട്ടിട്ട് ചോറ് കൂടി ഇട്ടിത്തരട്ടെ. അയ്യോ ചേച്ചി, ഇത്തവണത്തേക്കും കൂടി മാപ്പാക്കണം. ഇപ്പൊ ചെയ്യിക്കാം. എന്താ ചേച്ചി കുട്ടിയല്ലോ? ഒരെണ്ണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ല. കണ്ട മുഖത്തൊരു ചുളിവ് പോലില്ല. ചർമ്മം കണ്ട പ്രായം പറയത്തില്ല. എന്താ പുതിയതാണോ? എന്ത് ചെരുപ്പ്? അല്ല, പഴയതാ. എന്നെ സുഖിപ്പിച്ച് പണിയെടുക്കാതിരിക്കണമെങ്കിൽ എനിക്ക് മനസ്സിലായി. എല്ലാം പോയി പണിയെടുത്തോ. 1 മണിക്കൂറിനകത്ത് ഏരിയ മുഴുവൻ വൃത്തിയാക്കി പോണം. ഈ 2 ഭൂതനകളും കൂടെ നമ്മളെ പണിയെടുപ്പിച്ച് കൊള്ളിക്കുമല്ലോ. അപ്പോഴേ പറഞ്ഞതാണ് ഇവിടെ വന്നാൽ നമ്മുടെ കളിയൊന്നും നടക്കുകയായിരുന്നു. അങ്ങോട്ട് ഇനി എന്തിനാ ഇരുന്നിട്ട്? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നമ്മൾ അടവെടുക്കാം. പാമ്പ് കളിയാണ്. അതെന്താണ് പാമ്പ് കളിക്കും? പാമ്പ് കളി എന്ന് വെച്ചാലേ, ഇപ്പറമ്പിലില്ലേ നമ്മള് പ്ലാസ്റ്റിക് പാമ്പിന്റെ നമ്മളിടും. പറമ്പിൽ പാമ്പിടെന്ന് പറയുമ്പോ ജോലി എടുക്കണ്ടെന്ന് പറയും. ജോലി എടുക്കുകയും ചെയ്യണ്ട. ഞാനേ എടുക്കണി
ഇച്ചിരി പള്ളയൊക്കെ അതിന്റെ മുകളിലുണ്ടോ? അയ്യോ പേടിയാവുമോ? ശരി, അടുത്ത വീട്ടിൽ പോയി ഇതേ പണി എടുക്കട്ടെ. സഞ്ചിയുടെ സഞ്ചി പറക്കി എടുത്തോളേ, ഒന്നും വിടണ്ട. ഇത് എന്റെ സഞ്ചാര എന്റെ പുതിയ ടാങ്ക് കുടിക്കുന്നില്ലേ? എടി ഞാൻ പോയിട്ട് നടുവ് കൊടുത്തിട്ട് ശരി ശരി ശരി. എടി നീ ഇന്നെന്താ ബ്രഹ്മണത്തിന്റെ കഥ പറഞ്ഞു?